രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഒരു ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൈലാഷ് ഞങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് മൃഗങ്ങളുടെ കൂടെ അഭിനയിക്കാൻ ഭയങ്കര രസമാണ്. നമ്മളെല്ലാവരും മനുഷ്യന്മാരുടെ കൂടെ അഭിനയിക്കുമ്പോഴാണ് ഭയങ്കര രസം. അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പല ഓർമ്മകളുണ്ട്. പക്ഷെ കൈലാഷിന് ഈ ഓന്ത് എലി എന്നൊക്കെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അവരോട് സംസാരിക്കുന്ന ഒരു ഭാഷ കുട്ടിക്കാലത്ത് സ്വഭാവം ഉണ്ടായിരുന്നില്ലല്ലോ. വലുതായപ്പോൾ അതൊക്കെ പഠിച്ചു. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഈ മൃഗങ്ങളുടെ കൂടെ മാത്രം? TV ചന്ദ്രൻ സാറിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന സിനിമ കുറച്ച് മുമ്പാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ആ സിനിമ എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് എൻ്റെ പേഴ്സണലി വലിയൊരു സന്തോഷമാണ്. കാരണം നമ്മൾ ഒരുപാട് ആക്ടേഴ്സിനോട് അഭിനയിക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ജീവജാലങ്ങൾക്കൊപ്പം ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു 10-15 ഏക്കർ പറമ്പ് ഒരു സ്ഥലത്ത് അനാഥമായി കിടന്നത് അമ്മയുടെ വഴിക്ക് നമുക്ക് കിട്ടുന്നതും ആ സ്ഥലത്തേക്ക് ഇയാൾ പോകുന്നതുമാണ് ആ സിനിമയുടെ ഒരു ബേസിക് കോൺസെപ്റ്റ്. അപ്പം ഇയാൾ അവിടേക്ക് കയറുമ്പോൾ ആ ഒരു അനാഥമായി കിടക്കുന്ന ആ വലിയ സ്ഥലത്തേക്ക് ഇയാൾ വരുമ്പോൾ അത്രയും നാള് അവിടെ വവ്വാലും അവിടുത്തെ പാമ്പും അവിടുത്തെ പാറ്റയും പല്ലിയും ആമയും ഇവരൊക്കെയാണ് അത് നോക്കിയത് ഇത്രയും നാള്. കാരണം ഒരു ബന്ധുക്കളും അങ്ങോട്ടേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് അവരങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു ക്യാരക്ടറാണത്. അങ്ങനെ ചിന്തിക്കാൻ അയാൾക്ക് വേറൊരു റീസൺ ഉണ്ട്. അത് ആ സിനിമ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ഒരുമാതിരിപ്പെട്ട എല്ലാ ജീവജാലങ്ങൾക്കൊപ്പം ആ സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളത് പേഴ്സണലി വലിയ സന്തോഷമാണ്. കാരണം രാമേന്ദ്ര ബാബു സാറാണ് ആ സിനിമയുടെ ക്യാമറ ചെയ്യുന്നത്. അദ്ദേഹം നമ്മളൊന്ന് വിട്ടുപോയി. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ തവള അവിടെ വിട്ടിട്ട് ഞാനിങ്ങനെ എൻ്റെ ഫേസ് അവിടെ വെച്ചിട്ട് ഈ തവള ഇങ്ങോട്ടേക്ക് ചാടണം. അപ്പോൾ ഇത് ഫോക്കസിൽ ചാടണ്ടേ. അപ്പോൾ തവളയ്ക്കിപ്പോൾ എന്ത് TV ചന്ദ്രൻ സാറ്, എന്ത് രാമേന്ദ്ര ബാബു സാറ്, ഇതാണ് പ്രശ്നം. പക്ഷെ തവള ആദ്യം വരുന്ന സ്ഥലത്തായിരിക്കില്ല രണ്ടാമത് ചാടുക. അപ്പോൾ ഈ ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ ലൊക്കേഷനിലെ സൈലൻസ് ഭയങ്കരമാണ്. കാരണം ഇതുങ്ങളെല്ലാം നോക്കണം, ഇതുങ്ങളെല്ലാം അത് കഴിക്കുന്ന അല്ല അത് നടക്കുന്നൊക്കെ ഇങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ട എല്ലാവരും. കാരണം ഈ ആമയൊക്കെ നമ്മൾ അധികം ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് തല അകത്തേക്ക് ഇടും. പിന്നെ ഇത് അരമണിക്കൂർ എടുക്കുമ്പോൾ തിരിച്ചു വരാൻ. അപ്പം നമ്മൾ ഡയലോഗ് പറയുന്നത് പല സമയത്തും ഒരു പ്രാവശ്യം പറഞ്ഞാലും ആക്ഷൻ കട്ടൊന്നുമില്ല. പറഞ്ഞോ സാർ പറയാം, ഡയലോഗ് പറഞ്ഞോ. അപ്പോൾ ഞാനിങ്ങനെ ഡയലോഗ് ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് ഫോഴ്സിൽ പറയാൻ പറ്റില്ല. കാരണം ഇത് അടുത്തിരിക്കുകയാണ്, അതിനോടാ പലപ്പോഴും സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പം അതങ്ങനെ തന്നെ ചിലപ്പോൾ ഇങ്ങനെ നോക്കും നമ്മളെ. അങ്ങനെ നോക്കുന്ന സമയത്ത് സാർ പറയും ഒരു പ്രാവശ്യം കൂടെ ഡയലോഗ് പറഞ്ഞോ, റിപ്പീറ്റ് ചെയ്തോ, കാരണം ഒന്നും കൂടി ഭംഗിയെ കിട്ടിയാലോ. അപ്പം നമ്മൾ ഒന്നും കൂടെ പറയും. ഒരു സ്ഥലത്ത് ഞാൻ ഇന്നും ഓർക്കുന്നത് ചന്ദ്രൻ സാറ് ഗ്രേറ്റ് ടാലൻറ്റഡ് ഡയറക്ടറാണ്. ഒരു പല്ലിനെ ഇങ്ങനെ വെച്ചിട്ട് ഈ പല്ലിയുടെ പ്രശ്നം വെച്ചാൽ ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാല് മുറിച്ചോളെ. ഈ പല്ലിനെ പിന്നെ കിട്ടണ്ടേ, ഭയങ്കര പ്രയാസമാണ്. അസോസിയേറ്റ് ഡയറക്ടറും പാഡൊന്നും അല്ല ഇവരുടെ ഇരിക്കണേ, ഇവർ ഇതുങ്ങളെ നോക്കലാണ്. അപ്പോൾ ഇതിനെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നല്ലൊരു ഫ്രെയിമിൽ ലൈറ്റിൽ വെച്ചേക്കുക. അപ്പോൾ ഇത് നടന്നു പോയ ലൈറ്റ് മാറിക്കൊണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അതിനോട് പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ഇത് വാല് മുറിച്ചിട്ട് പിന്നെ ഇങ്ങനെ അങ്ങോട്ട് പോയി. പിന്നെ അവർ എവിടുന്ന് ഒരു പല്ലീനെ കൊണ്ടുവന്നിട്ട് ഒരു ഇതോടെ വെച്ചിട്ട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞു ആ ഷോട്ട് ഓക്കെ. അപ്പം രണ്ടാമത്തെ ഷോട്ട് സാർ എന്തോ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവണില്ല അതെന്താന്ന്. കാരണം ഞാൻ ഇങ്ങനെ തന്നെ ഫേസ് ക്യാമറയിലിരിക്കുക, ഇവിടെ ഈ ഭിത്തിയുടെ അടുത്ത് ഈ പല്ലിയുണ്ട്. സാറ് ഞാൻ എന്ന് ഓർക്കുന്നു വന്നിട്ട് എൻ്റെ തല ഇങ്ങനെ പിടിച്ചിട്ട് ആ ഭിത്തിയിലോട്ട് അങ്ങ് ചേർത്ത് വെച്ചിട്ട് ഡയലോഗ് പറഞ്ഞോ. അതായത് കുറച്ചുകൂടെ ക്ലോസിൽ അതിൻ്റെ അടുത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ടേ സാറ് കുറച്ചു നേരമായിട്ട് അതാ പറയുന്നത്, കുറച്ചുകൂടെ അടുത്ത് പോയി പറയാൻ കിട്ടുമോ നോക്കുന്നത്. പക്ഷെ എനിക്ക് അത് കിട്ടുന്നില്ല. എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് അത്. ഭയങ്കര രസകരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തൊരു സിനിമ. തീർച്ചയായിട്ടും. അപ്പൊ അതൊരു ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് ചോദിച്ചത്. ആ ഒരു എക്സ്പീരിയൻസ്. നീലത്താമര സിനിമയിൽ ചേച്ചി കമ്പോസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അന്ന് നമ്മൾ അതിൽ കണ്ടു, ചേച്ചി കമ്പോസ് ചെയ്തു, ഡാൻസ് കളിച്ചു. ഇന്ന് നമുക്ക് ലൈവായിട്ട് ചേച്ചിയുടെ ഒരു പെർഫോമൻസ് കാണാതെ റെഡ് കാർപ്പറ്റ് ഒരിക്കലും അപ്പൊ എന്താണ് നമുക്ക് വേണ്ടി ഇന്ന് തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുന്നത്? ഓക്കെ, കാണാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ വലച്ചു ചന്ദാർഗണ കൊണ്ടെന്നെ മുല്ലപ്പൂമലരമ്പൻ തെല്ലുമൻ വെണ്ണിയേ തല്ലി വലച്ചു
ചെന്താർ കണകൊണ്ടെന്നെ അല്ലലകലവേ നീ കില്ലൊഴിഞ്ഞു വിരവിൽ അല്ലലകലവേ നീ കില്ലൊഴിഞ്ഞു വിരവിൽ മെല്ലെ പുണരുക ോടണച്ചിപ്പോൾ ഹത്തല്ലിയന്നിടുന്നുൾ കാമ്പിലി പൊഴുതയ്യോ ഞാൻ എന്തു ചെയ്യൂ ഓ